ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ടെക്നിക്കൽ കോർണർ മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു എക്സ്പെരിമെൻ്റൽ കണ്ടൻറ്റാണ് ഗൈസ് ചെയ്യാൻ പോകുന്നത്. അപ്പം വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്യുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തീർച്ചയായും ഡിസ്ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. സോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ചെയ്യാൻ വേണ്ടി ആദ്യമേ 3 A4 ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഓക്കെ, 3 എടുക്കണമെന്നില്ല, കൂടുതലും എടുക്കാം കേട്ടോ. കൂടുതൽ എടുക്കുന്നതായിരിക്കും ബെറ്റർ. എന്തിനാണെന്ന് നിങ്ങൾക്ക് വീഡിയോ മുമ്പിലേക്ക് കാണുമ്പോൾ, അതായത് ഈ വീഡിയോ അവസാനം ആകാറാകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എന്തിനാണ് ഞാനങ്ങനെ പറഞ്ഞത്. ഓക്കെ, അപ്പം ഞാനിപ്പം 3 A4 ഷീറ്റ് എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ കൂടുതൽ A4 ഷീറ്റ് എടുക്കാൻ നോക്കുക, 4 അങ്ങനെ എന്തെങ്കിലും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഞാൻ ഫെവിക്കോളിൽ എടുത്തിട്ടുണ്ട്. അപ്പം അതെൻ്റെ ഓൾറെഡി ഉണ്ടായിരുന്നതാണ്. അത് അത്ര വലിയ ടിന്നിൻ്റെ ആവശ്യമൊന്നുമില്ല, ഇച്ചിരി മതിയാവും. ഓക്കെ, അപ്പം നമുക്ക് ആ 3 ഷീറ്റ് മടക്കിയിട്ട് ഒട്ടിച്ചെടുക്കണം. അപ്പം 3 ഷീറ്റുണ്ട്. അപ്പം നല്ലപോലെ ഒന്ന് ഗമ്മൊക്കെ ഇട്ട് ഫെവിക്കോളൊക്കെ ഇട്ട് ഒട്ടിച്ചെടുക്കാം. ഓക്കെ, നല്ലപോലെ എല്ലാ സ്ഥലത്തും പറ്റുന്ന പോലെ നല്ല ഗമ്മൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് ഒട്ടിച്ചെടുക്കാം. ഓക്കെ, ഗൈസ്, നമ്മളെല്ലാം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം ഒട്ടിച്ചതേ ഉള്ളൂ, അതായത് ഒട്ടിച്ച് വെച്ചേ ഉള്ളൂ. ഉണങ്ങാൻ നമ്മൾ ടൈം കൊടുത്തില്ല. നിങ്ങൾക്കിപ്പം ഞാനിപ്പോൾ ഒരു മെറ്റൽ കട്ട് ചെയ്യാൻ ബ്ലേഡ് എടുത്തിട്ടുണ്ട്. ഓൾറെഡി യൂസ് ചെയ്ത ബ്ലേഡാണിത്. അപ്പോൾ അതും എനിക്കൊരു പറ്റിയതാണ്. യൂസ് ചെയ്യുമ്പം പുതിയ ബ്ലേഡ് തന്നെ എടുക്കുക, അതിൻ്റെ പുതിയ ബ്ലേഡിൻ്റെ അളവ് തന്നെ എടുക്കുക. ഓക്കെ, അതെന്തിനാണ് പിന്നെ നിങ്ങൾക്ക് വീഡിയോ അവസാനമാകുമ്പോഴത്തേനും പിന്നെയും മനസ്സിലാവും എന്തിനാണ് അങ്ങനെ പറഞ്ഞതെന്ന്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ വീഡിയോ ചെയ്തപ്പോൾ ഞാൻ എടുത്തത് ഒരു പഴയ യൂസ് ചെയ്ത ബ്ലേഡ് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ അളവാണ്. അപ്പോൾ ഇച്ചിരി ചെറുതായിരിക്കും, കാരണം അത് യൂസ് ചെയ്ത ബ്ലേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഡയമീറ്റർ കുറയും, കാരണം അത് തേഞ്ഞ് തീരുമല്ലേ, അതുകൊണ്ട്. അപ്പം ഇപ്പം ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഫെവിക്കോൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് അന്ന് തന്നെ കട്ട് ചെയ്യുക, ഇല്ലെങ്കിൽ ഉണങ്ങി കഴിഞ്ഞിട്ട്, അതായത് ഗം ഒട്ടിച്ച് ഉണങ്ങി കഴിഞ്ഞിട്ട് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇപ്പം ഗമ്മിട്ടേ ഉള്ളൂ, അത് ഒന്ന് ജസ്റ്റ് സെറ്റ് ചെയ്യേണ്ട ടൈം കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുവാണ്. ഓക്കെ, അത് ഡ്രൈ ചെയ്യാൻ വെക്കുക. ഓക്കെ, അപ്പോൾ നല്ലൊരു ഡ്രൈ ആയിട്ടുണ്ട്, പപ്പടം പോലെ ആയിട്ടുണ്ട്. അതിപ്പം നമ്മുടെ സാൻഡർ മെഷീനിലേക്ക് വെച്ച് കൊടുക്കാം, അതിൽ ബ്ലേഡായിട്ട് വെച്ച് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ടെസ്റ്റ് ചെയ്യാം എങ്ങനെ ഇത് വർക്കാവുന്നു. അതായത് നമുക്ക് നമ്മളൊരു തേങ്ങയാണ് കട്ട് ചെയ്യാൻ പോകുന്നത് പേപ്പർ വെച്ച്. ഓക്കെ, അപ്പോൾ നമുക്ക് കണ്ടറിയാം എങ്ങനെ കട്ടാവോ ഇല്ലയോ. ഓക്കെ, അപ്പോൾ നമ്മൾ ട്രയൽ ചെയ്യാൻ വേണ്ടിയിട്ടും ജസ്റ്റ് ഒന്ന് അതിന് കട്ട് ചെയ്തു. ഇപ്പോൾ ആ വഴി കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം കട്ട് ചെയ്യുന്നത് ഞാനല്ല കേട്ടോ, കാരണം ഞാൻ ഈ ആംഗിൾ ഗ്രൈൻഡർ അല്ല സാൻഡർ ഞാൻ അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല. അപ്പം യൂസ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഞാൻ അച്ഛൻ്റെ കൊടുത്തു. അച്ഛൻ ജസ്റ്റ് ഒന്ന് ചെയ്തു. പിന്നെ ഞാൻ എന്തെങ്കിലും ചെയ്യും കേട്ടോ, വീഡിയോ അവസാനമാകുമ്പോഴത്തേനും ഞാൻ എന്താണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണാം ചെറുതായിട്ട് കണ്ടോ ലൈനൊക്കെ വീഴുന്നുണ്ട്. കട്ടാകുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് കാണാം. ഓഫ് കോഴ്സ് തേങ്ങയുടെ ചിരട്ട. ഓക്കെ, ചിരട്ട. അപ്പോൾ ആ ചിരട്ട എന്താ കട്ടിയുണ്ടെന്ന് അറിയാമല്ലോ, നല്ല കട്ടിയുണ്ടാവും. അപ്പോൾ അത് അത്രയും കട്ടിയുള്ളത് തന്നെ നമ്മൾ ആ പേപ്പർ വെച്ചാണ് കട്ടായിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഓക്കെ, അപ്പോൾ ഞാൻ ഇപ്പോൾ കട്ട് ചെയ്യുന്ന വീടിൻ്റെ അകത്ത് വരുന്നതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് വീടിൻ്റെ അകത്ത് ഇരുന്ന് കട്ട് ചെയ്യാൻ പോകണ്ട ചെയ്യുവാണെങ്കിൽ. കാരണം അതിൻ്റെ അകത്ത് എന്താ വെച്ച് കഴിഞ്ഞാൽ കട്ട് ചെയ്യുമ്പോൾ പൊടിയൊക്കെ പറക്കാൻ തുടങ്ങും. അപ്പം അവിടെ പൊടിയെല്ലാം തെറിച്ച് പിന്നെ അടിച്ചൊരു കളി വരുന്നതിന് പൊടിയൊക്കെ തെറിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കണ്ടോ വീഡിയോ തന്നെ കാണാം, പേപ്പറിൻ്റെ ചെറിയ പീസസ് തെറിക്കുന്ന കാണാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഏതാണ്ട് തേങ്ങ കട്ട് ചെയ്തുണ്ടോ, ഒരു റൗണ്ട് എത്താറായി, പക്ഷേ നല്ലപോലെ കുഴിഞ്ഞിട്ടില്ല, അതായത് ഡീപ്പിലേക്ക് ഇറങ്ങിയിട്ടില്ല. നമ്മളൊന്ന് ഡീപ്പിലേക്കൊക്കെ ആക്കി ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമുക്കാണ് ഇത് കട്ടാനനുസരിച്ചുണ്ടോ നമ്മുടെ ബ്ലേഡ്, നമ്മൾ പേപ്പറിനുണ്ടാക്കിയ ബ്ലേഡ് അതിൻ്റെ ഡയമീറ്റർ കുറഞ്ഞുണ്ട്, അതായത് അതിൻ്റെ വട്ടം കുറഞ്ഞുകൊണ്ട് വരുന്നതാണ്. അതായത് തേഞ്ഞ് തീരുവാണ്. ഓക്കെ, അപ്പം അപ്പോൾ നമ്മൾ കുറച്ച് നേരം സാൻഡറൊക്കെ പിടിച്ച് കണ്ടോ ഇത്രയും കട്ട് ചെയ്ത് പേപ്പർ കൊണ്ട് ഇത്രയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടോ ഓൾമോസ്റ്റ് കട്ടാകാറായി, പക്ഷേ ഫുൾ കട്ടായിട്ടില്ല. കണ്ടോ അകത്ത് തേങ്ങ അത് കാണാൻ പറ്റുന്നുണ്ട് കണ്ടോ. പക്ഷേ
പക്ഷേ എല്ലാ സൈഡും നമുക്ക് ആക്കാൻ പറ്റില്ല. അന്നത്തെ എന്തായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ പുതിയ ബ്ലേഡ് തന്നെ എടുക്കാൻ അളവെടുക്കാമെന്ന് കണ്ടോ പെട്ടെന്ന് ബ്ലേഡ് തീർന്നു പോയി, അതായത് തേഞ്ഞ് തീർന്നു പോയി ചെറുതായതുകൊണ്ട്. അപ്പം ഏതാണ്ട് അത്രയും കട്ടായതല്ല, അപ്പം നമുക്ക് വെറുതെ കളയണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, മെറ്റൽ കട്ട് ചെയ്യുന്ന ബ്ലേഡ് തന്നെ ഇട്ടു. കുറച്ചുകൂടി കട്ടാകാനുണ്ട്, ഓൾമോസ്റ്റ് കട്ടാകാനായി. അപ്പം ഇച്ചിരി കൂടെ അല്ലേ കട്ടാകാനുള്ളൂ. അപ്പോൾ ഇത് വെച്ച് കട്ട് ചെയ്ത് കാണിച്ചു തരാമെന്ന് പറഞ്ഞു വെച്ച് ഇത് കാണിക്കുന്നത്. ഓക്കെ, അപ്പം ഇതെങ്ങനെ വർക്കാണ്, അതായത് ഇതിങ്ങനെ കട്ടായി അത് നിങ്ങൾക്കറിയണ്ടേ? റൈറ്റ്, അത് വളരെ സിമ്പിളാണ്, ഒന്നുമില്ല. ഫ്രിക്ഷൻ, ഇതിൻ്റെ പുറകിലുള്ള സയൻസ് എന്ന് പറഞ്ഞാൽ ഫ്രിക്ഷനാണ്. ഫ്രിക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പേപ്പർ അത്രയും ലൈറ്റ് ആണെങ്കിൽ പോലും അത്രയും ഹൈ സ്പീഡിൽ കറങ്ങുമ്പം ഓഫ് കോഴ്സ് അത് കട്ടാവും. അത്ര അതായത് നമ്മുടെ തേങ്ങ ചേട്ട അത്ര കട്ടിയാണെങ്കിലും കട്ടാവും അത്. ഓക്കെ, ബേസിക്കലി സയൻസിൽ ഇങ്ങനെ പറയുകയാണെങ്കിൽ ഫ്രിക്ഷനാണ് എൻ്റെ പുറകിൽ. ഫ്രിക്ഷൻ എന്ന് വെച്ചാൽ സംഘർഷം. ഓക്കെ, ഗൈസ്, അപ്പോൾ കണ്ടോ നമ്മുടെ തേങ്ങ കണ്ടോ ഇപ്പം നല്ല, അതായത് നമ്മൾ ഇത് വെച്ച് മെറ്റൽ കട്ട് ചെയ്യുന്ന ബ്ലേഡ് വെച്ച് കട്ട് ചെയ്തപ്പോൾ ആയി. അപ്പം ഓൾമോസ്റ്റ് കട്ടായി. അപ്പം നമുക്കൊന്ന് പൊട്ടിച്ചെടുക്കാം. അപ്പം ഞാൻ സ്കൂട്ടർ വെച്ച് 2 അടിയൊക്കെ അടിച്ചപ്പോൾ കണ്ടാ വെള്ളം വരുന്നുണ്ടാവും. ഓക്കെ, അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പം ഞാൻ പറഞ്ഞില്ലേ ബ്ലേഡ് ഇച്ചിരി വലിയ എടുക്കാമെന്ന്. അപ്പം വീഡിയോ കണ്ടോ, ഈ വീഡിയോ അവസാനിക്കുമ്പോൾ അത് ഞാൻ പറയുന്നതായിരിക്കും. അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഗൈസ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സോ ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മൾ ചെയ്ത എക്സ്പെരിമെൻറ്റ് കംപ്ലീറ്റ് ആയിട്ട്, അതായത് ഓൾമോസ്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്ത ഒരു പേപ്പർ കൂടെ എക്സ്ട്രാ എടുക്കുകയാണെങ്കിൽ ചിലപ്പം കട്ടായേനെ. പിന്നെ എന്താ പറ്റിയെന്ന് വെച്ചാൽ നമ്മൾ ആ ബ്ലേഡില്ല, അതായത് ആ മെറ്റൽ കട്ട് ചെയ്യുന്ന ബ്ലേഡ്, നമ്മൾ അളവിനെടുത്ത ബ്ലേഡ്, അത് ഓൾറെഡി യൂസ് ചെയ്ത ബ്ലേഡായിരുന്നു ഗൈസ്. യൂസ് ചെയ്ത ബ്ലേഡെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയമീറ്റർ കുറയും. അതുകൊണ്ട് നമുക്ക് അളവെടുത്തപ്പോൾ ബ്ലേഡ് ചെറുതായിപ്പോയി. കുറച്ചുകൂടി വലുതായിരുന്നെങ്കിൽ ഡെഫിനറ്റ്ലി അത് കട്ടായേനെ. ഓക്കെ, എനിവേ നമ്മുടെ വീഡിയോ ഇന്നത്തിന് ഇത്രേ ഉള്ളൂ. സോ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. ഇറ്റ്സ് മീ അഭിലാഷ് സൈനിങ് ഔട്ട്. ബൈ ബൈ.